അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ കാര്യങ്ങളെന്ന മനോഹരമായ ആശയവുമായി വീണ്ടും ഒരു പ്രഭാതത്തിൽ നാം ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. കൽബ് നിറച്ച് ദുആ ചെയ്യുന്നവർ, ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ, ദുആ ചെയ്യുന്നവർ, എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും അല്ലാഹ് പ്രദാനിക്കുമാറാകട്ടെ. നാം കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നസീബാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. പരിശുദ്ധവും പരിപാവനവുമായ പുണ്യ റബീഇന്റെ സുന്ദരമായ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്, അല്ലേ? കഴിഞ്ഞ റബീഉൽ അവ്വലിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പല ആളുകളും ഇന്ന് നമ്മുടെ കൂടെ ഇല്ല, അല്ലേ? ഇനി റബീഉൽ അവ്വൽ 12 എത്തുമ്പോൾ നമ്മിൽ ആരൊക്കെ ഉണ്ട് എന്ന് നമുക്കറിയില്ല. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കേണ്ട സമയമാണ് നാം ഓരോരുത്തരും. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, ബാദിറൂ ബിൽ അഅമാൽ, സൽക്കർമ്മത്തിലേക്ക് നിങ്ങൾ ഉളരിയാകണം, വേഗത കൂട്ടണം സൽക്കർമ്മത്തിലേക്ക്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പാപക്കറകൾ വന്നു പോയവരാണ്. നബി തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ, ഒരു ആദം സന്തതി, ഒരു മനുഷ്യൻ തെറ്റ് ചെയ്താൽ അവന്റെ കൽബിൽ ഒരു കറുത്ത പുല്ല് വീഴുമെന്ന് നബീന റസൂലുള്ളാഹി. അങ്ങനെയാണെങ്കിൽ നമ്മുടെയൊക്കെ ഹൃദയത്തിൽ ഇനി പുല്ല് വീഴാൻ ഇടമുണ്ടോ? എൻ്റെ ഉമ്മമാരെ, സഹോദരങ്ങളെ, ചിന്തിച്ച് ഈ പറയുന്ന ഞാനടക്കം നമ്മൾ ഓരോരുത്തരുടെ ഹൃദയത്തിൽ എത്ര പുല്ല് വീണിട്ടുണ്ടാവും? ആ കൽബ് കറുത്തു പോയിട്ടുണ്ടാവൂലേ? എന്നാൽ നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കാം, അത് സ്വാഭാവികമാണ്, അത് മനുഷ്യത്വമാണ്. ഖുർആൻ പറഞ്ഞ എന്താണെന്നറിയോ? ഖുലിഖൽ ഇൻസാനു ദഈഫ, മനുഷ്യനെ ബലഹീനരായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അതിന്റെ തഫ്സീറുകൾ കാണാം. മനുഷ്യന്റെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കാം, പാകപ്പിഴവുകൾ സംഭവിക്കാം, അബദ്ധം സംഭവിക്കാം. ആ തെറ്റ് സംഭവിച്ചതിനെ തിരുത്തുന്നവനാണ് യഥാർത്ഥ വിശ്വാസി എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, പാപം ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആരാണ് പാപം ചെയ്യാത്തത്? അല്ലേ? നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം പാപം ചെയ്യാത്തവരാരുമില്ല. ഉണ്ടോ? ഇല്ല. പാപം ചെയ്യാത്ത മാസൂമികളായിട്ട് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹ് സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. ആ പാപങ്ങളൊക്കെ വരാം. ആ പാപത്തെ അള്ളാഹുവിലേക്ക് ചേർത്തു വെച്ച് റബ്ബിലേക്ക് അടുക്കുമ്പോഴാണ് അതിലേറ്റവും വലിയ കാരുണ്യ റബ്ബ് ചൊരിയുക. നബി തങ്ങൾ അള്ളാന്റെ ഖുർആൻ പറഞ്ഞ എന്താണെന്നറിയോ? ലാ തഖ്നതു മിർ റഹ്മത്തില്ല, അള്ളാന്റെ റഹ്മത്തിൽ നിന്ന് ഒരാളും വിദൂരത്താകരുത്. എത്ര പാപം, 100 പേരെ കൊന്നവർക്ക് അള്ളാഹ് പുറത്തു കൊടുത്തു, അല്ലേ? 100 പേർക്ക് കൊന്നവരെ പുറത്തു കൊടുത്തു. നായക്ക് വെള്ളം കൊടുത്തവർക്ക് സ്വർഗം കൊടുത്തു. പൂച്ചയെ കെട്ടിയിട്ട് ഭക്ഷണം കൊടുക്കാതെ കെട്ടിയിട്ടു പട്ടിണി കിട്ടു, നരകത്തിപ്പോയി. കഥകളൊക്കെ ഒരുപാട് പറയണമെന്നുണ്ട്, പക്ഷെ സമയം വളരെ ചുരുക്കമാണ്. നമ്മൾ പറഞ്ഞു വന്നത് തെറ്റ് അള്ളാഹു നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകാം. അത് അള്ളാഹുവിലേക്ക് തിരിച്ചു മടങ്ങി പശ്ചാത്തപിക്കുമ്പോഴാണ് ഏറ്റവും വലിയ കാര്യം എന്നുള്ളതെന്നാണ്. അപ്പം എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു തെറ്റ് സംഭവിച്ചാൽ നാം ചെയ്യാനുള്ള ഏറ്റവും വലിയ ഒന്നാമത്തെ കാര്യം പാപം ഉടൻ ഉപേക്ഷിക്കണം. പാപത്ത് ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞാൽ നമ്മളൊരു തെറ്റ് ചെയ്തു നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾ അതിന് പിന്മാറണം. അതാണ് തൗബ. ഇനി നമ്മൾ ചെയ്യരുത്. ഉദാഹരണത്തിന് ഹറാമായ ഒരു കാര്യം ചെയ്യാം. ആ കാര്യം ചെയ്യുമ്പോൾ പടച്ചവനെ എന്നോട് പൊറുക്കണേ അല്ലാതെ എന്നോട് പൊറുക്കണേ അല്ലാന്ന് പറഞ്ഞു പിന്നെ ആ തെറ്റിലേക്ക് പോകാനേ പാടില്ല. വീണ്ടും തെറ്റ് ചെയ്താൽ അത് പടച്ചവനെ കളിയാക്കലല്ലേ? നമ്മൾ അങ്ങനെ ചെയ്യരുത്. അപ്പോൾ ഒന്നാമത് നമ്മുടെ ജീവിതത്തിലേക്ക് തെറ്റ് സംഭവിച്ചാൽ നമ്മൾ തീരുമാനമെടുക്കണം. പടച്ചവനെ, ഞാൻ അങ്ങനെ ചെയ്തു, ഇനി അങ്ങനെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ഉറച്ച തീരുമാനമായിരിക്കണം. ആ തെറ്റിൽ നിന്ന് നമ്മൾ പിന്മാറിയാൽ അള്ളാഹ് നമ്മളെ സഹായിക്കുമെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ കാര്യം, ഹൃദയത്തിൽ പശ്ചാത്തപിക്കുക. മനസ്സുകൊണ്ട് പശ്ചാത്തപിക്കുക. പടച്ചവനെ, ഞാൻ തെറ്റ് ചെയ്തു പോയി എന്ന ചിന്ത, നമ്മുടെ ഒരു പശ്ചാത്താപ മനസ്സ് നമ്മുടെ കൽബിൽ ഉണ്ടാക്കുക. മൂന്നാമത്തത്, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിക്കുക. ഇസ്തിഗ്ഫാർ ചോദിക്കുക. അസ്തഗ്ഫിറുല്ലാഹ്. നമ്മളൊരു ദിവസം ഏറ്റവും കുറഞ്ഞത് ഒരു 100 ഇസ്തിഗ്ഫാറെങ്കിലും ചൊല്ലുന്ന ശീലം ഉണ്ടാക്കണം. അത് വെറുതെ ഒരു കടമ തീർക്കാൻ വേണ്ടി പറഞ്ഞല്ലോ എന്ന് കരുതി തസ്ബീഹ് അങ്ങനല്ല, അത് വേണ്ട. നമ്മൾ കൽബിൽ തട്ടി ചെയ്തു പോയ പാപങ്ങളെ ഓർത്ത് മനസ്സറിഞ്ഞ് അസ്തഗ്ഫിറുല്ലാഹല്ലദീം, അസ്തഗ്ഫിറുല്ലാഹല്ലദീം, അസ്തഗ്ഫിറുല്ലാഹല്ലദീം ഇങ്ങനെ പറയുമ്പോൾ ചൊല്ലുമ്പോൾ കൽബ് ഇങ്ങനെ പൊട്ടി കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകണം. അത് റബ്ബിനിഷ്ടമാണ്. അതാണ് റബ്ബിനിഷ്ടം. വെറുതെ വാക്കിന് പുറത്ത് പറയുന്ന അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹുക്ക് വേണ്ട. വളിരിബു ബിഹാദൽ വജിഹി സ്വാഹിബിഹ, അതവന്റെ മുഖത്തേക്ക് വലിച്ചെറിയപ്പെടുമെന്നാണ്. അല്ലാഹു കാക്കട്ടെ. അപ്പം പ്രിയമുള്ളവരെ, നമ്മൾ ചെയ്യുക. നാലാമത്തെ കാര്യം, നമ്മൾ ഇനി ചെയ്യൂല എന്ന് ഉറച്ച തീരുമാനം എടുക്കണം. ഇനി ചെയ്യൂലാന്ന് ഉറച്ച തീരുമാനമെടുക്കണം. അതവിടെ ഏറ്റവും വലിയ തൗബയായി അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അഞ്ചാമത്തെ കാര്യം, എന്തെങ്കിലുമൊക്കെ അവകാശങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ പരിഹരിക്കണം. അതായത് കടം. നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമാണ്. നമ്മൾ കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കുക. ഇനി തിരിച്ചു കൊടുക്കാനില്ല എങ്കിൽ നമ്മൾ പറയുക, അതെ 3-ാം തീയതിക്കുള്ളിൽ തരാട്ടോ, ഒന്ന് ഇളവ് ചെയ്തു തരണം. അത് മാന്യമായ ഭാഷയാണ്. വിളിച്ചാൽ ഫോൺ എടുക്കൂല, വീട്ടിൽ വന്ന് ബെല്ലടിച്ച ഭാര്യയെ കൊണ്ട് ഇവിടെ ഇല്ലാന്ന് പറയിപ്പിക്കുക. അതൊന്നും നല്ല ഇടപാടല്ല. ഇത്
കടം കൊടുത്താൽ വാങ്ങിച്ചെടുക്കുക വലിയ തൊലയാണ് ഇപ്പോഴും. അല്ല കാക്കട്ടെ, അതിലേക്കൊന്നും കടക്കണില്ല. കടബാധ്യത നാം കാരണം ആരെങ്കിലും വേദനിച്ചിട്ടുണ്ടോ? നമ്മുടെ അയൽവാസികളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ? കുടുംബക്കാരെ വേദനിപ്പിച്ചിട്ടുണ്ടോ? വഴക്കുണ്ടായിട്ടുണ്ടോ? ആരെങ്കിലും പിണങ്ങിയിട്ടുണ്ടോ? ഇതെല്ലാം തിരക്കണം. ഇതെല്ലാം നമുക്ക് കണ്ടുപിടിച്ച് മനസ്സിൽ കൊണ്ടുവന്ന് ഇതൊക്കെ തിരുത്തണം. അവിടെയാണ് തൗബ. ആ തെറ്റ് തിരുത്തുമ്പോഴാണ് അള്ളാഹ് ഇഷ്ടപ്പെടാവുക. അള്ളാഹ് കബൂലൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ 5 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഉറപ്പാണ് അള്ളാഹു ആദരിച്ച അടിമയായി നമുക്ക് മാറാൻ കഴിയും. ഒന്ന് ആലോചിക്കുക. നമ്മളങ്ങ് മരണപ്പെട്ടു എന്ന് വിചാരിക്കുക. നമ്മളെ കൊണ്ടുവന്ന് മയ്യത്ത് കുളിപ്പിക്കും. ആരെങ്കിലുമൊക്കെ. എന്നെ ഇന്നാളെ കുളിപ്പിക്കാമെന്ന് പറയാൻ പറ്റൂലല്ലോ. ആരാ നമ്മുടെ അടുത്തുള്ളതെന്ന് അറിയാൻ പറ്റും? നമുക്ക് പറയാം. പക്ഷെ നമ്മുടെ മയ്യത്ത് കുളിപ്പിക്കും ആ ആളവിടെ ഉണ്ടോന്ന് എങ്ങനെ അറിയാം? ഇല്ലേ? മയ്യത്ത് പൊതിഞ്ഞു. ആരാ പൊതിയണേ? ഉസ്താദുമാരാ അല്ലെങ്കിൽ അറിയാവുന്നവരാ? ആരാ പൊതി? നമുക്കറിവില്ലാത്ത ഒരു പരിചയമില്ലാത്ത ആരെങ്കിലും മയ്യത്ത് പൊതിയണേ? മയ്യത്ത് പൊതിഞ്ഞു, മയ്യത്ത് ചുമന്നു, പള്ളിയിൽ കൊണ്ടുവന്നു. അപ്പോഴും നമ്മളെല്ലാവരും ഉണ്ട് നമ്മളെ കൂടെ. ഭർത്താവുണ്ട്, മക്കളുണ്ട്, കൂടപ്പുറപ്പുണ്ട്. നിസ്കരിച്ചു, നല്ല ആളാണെന്നൊക്കെ ഉസ്താദ് പറഞ്ഞു. അങ്ങനെ നിസ്കാരം പൂർത്തിയാക്കി ഖബറിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് നമ്മുടെ മയ്യത്തോടെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ മുകളിൽ ഇങ്ങനെ ഒരു തുണി ഇങ്ങനെ വിരിക്കും, പ്രകാശകത്തേക്ക് കടക്കാത്ത രീതിയിൽ. ഇവിടെ എന്ത് ചെയ്യും? മാനം കാണാത്ത രീതിയിൽ കൊണ്ടുവെക്കും. മയ്യത്തെടുത്ത് ഖബറിലേക്ക് വെക്കും. ഒരു മണ്ണിങ്ങനെ ഉരുട്ടി നമ്മുടെ കബറിലടിയിൽ വെക്കും. 3 പിടി മണ്ണ് വാരിടും. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ. ഭർത്താവ് ഈ 3 വാക്കേ പറയുള്ളൂ, മക്കളും ഈ 3 വാക്കേ പറയുള്ളൂ, കൂടെ അയൽവാസികൾ ഈ 3 വാക്കുകളെ പറയുള്ളൂ, നമ്മുടെ സഹോദരങ്ങളും ഈ വാക്കേ പറയുള്ളൂ, നമ്മുടെ വാപ്പ ഉണ്ടെങ്കിൽ വാപ്പ ഈ 3 വാക്ക് പറയും. എന്നിട്ട് ഉസ്താദ് ദ്വാരക്കും എല്ലാവരും മടങ്ങിപ്പോവും. പിന്നെ അവരവരുടേതായ തിരക്കുകളിലാണ്. നമ്മൾ ഏകാന്തമായ ഖബറിനകത്താണ്. ഒരു മിന്നാമിനിങ്ങിന്റെ പ്രകാശം പോലെ ഖബറിൽ വരൂല. ആ ഖബർ ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതിന് ഉമ്മമാർ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ തൗബയില്ലാതെ ചെയ്തു പോയ അപരാധങ്ങളെ റബ്ബിന്റെ മുമ്പിൽ ഏറ്റുപറയാതെ നമ്മളെ കൊണ്ടുവന്ന് ഇരുട്ടറയിൽ തള്ളിയിട്ട് പോകുന്ന നമ്മുടെ ആ ഒരു പരാജയത്തിന്റെ തുടക്കം അവിടെ മുതലാണ്. അവിടെ നമ്മൾ ചിന്തിക്കും, പടച്ചോനെ, ഒരു സെക്കൻഡ്, 1 മിനിറ്റ് അല്ല, 1 സെക്കൻഡ് താ, ഞാൻ ദുനിയാവിൽ പോയി തൗബ ചെയ്തിട്ട് വരാം. സമയമുണ്ടോ? പറ്റോ? ഇല്ല. ഉമ്മമാരെ, ജീവിതം ഹാസിബു ഖബല അൻ തുഹാസബു. നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു മാറ്റം വരാനുണ്ട്. ആ വിചാരണ വരുന്നതിന് മുമ്പ് നമുക്ക് മാറ്റം ഉണ്ടാക്കണം. അതിനാണ് മഹാരഥന്മാർ പഠിപ്പിച്ചത് തെറ്റ് സംഭവിച്ചാൽ ചെയ്യേണ്ട 5 കാര്യങ്ങൾ. ഇത് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് തന്നെ നമ്മളൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. പടച്ചവനെ, ഞാൻ ഇങ്ങനെ തെറ്റ് ചെയ്യാണല്ലോ പടച്ചവനെ, ഞാൻ എന്തിനാ അത് ചെയ്യണേ? റബ്ബ് നമുക്ക് എത്ര അനുഗ്രഹം ചെയ്തു തന്നിട്ടുണ്ട് അല്ലേ? നമ്മൾ ഓക്സിജൻ, നമ്മൾ COVID-19 സമയത്ത് ഒരു ഓക്സിജൻ സിലിണ്ടറിന് വേണ്ടി ഓടിയിട്ടുണ്ട്. റബ്ബ് ഇന്ന് വരെ കണക്ക് വെച്ചിട്ടുണ്ടോ? വാട്ടർ ബില്ല് വന്നു, 3 മാസം അടച്ചില്ലെങ്കിൽ പിന്നെ പ്രശ്നമാണ്, ഫൈൻ വരും, കട്ടാവും. അടച്ചിട്ടുണ്ടോ? റബ്ബ് ഇന്ന് വരെ ചോദിച്ചിട്ടുണ്ടോ? എത്ര മഴ തന്നു, എന്നെ ബില്ലടക്കാൻ പറഞ്ഞിട്ടുണ്ടോ? ഭക്ഷണം, ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ച് പൈസ ഇല്ലാന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അവർ പറയണൊക്കെ നമ്മൾ കേൾക്കണ്ടേ? ചിന്തിച്ചു നോക്കിയേ. റബ്ബ് ഇന്ന് വരെടാ നിനക്ക് ഇത്രയും നാളെ ഭക്ഷണം തന്നില്ലേ, എനിക്ക് ഇത്ര രൂപ അടക്കി എന്ന് റബ്ബ് പറഞ്ഞിട്ടുണ്ടോ? നമുക്ക് കൈ ആരോഗ്യം തന്നു, റബ്ബ് കണക്ക് വെച്ചിട്ടുണ്ടോ? കണ്ണിന് കാഴ്ച തന്നു അല്ലേ, റബ്ബ് കണക്ക് വെച്ചു? ഇല്ല. റബ്ബ് എന്താ ചോദിച്ചേ? നിങ്ങൾ എന്നിലേക്ക് വാ, എന്നിലേക്കൊന്ന് അടുക്ക്, എനിക്ക് അത് മതി, എനിക്ക് അതാണ് സന്തോഷം, നിങ്ങളൊക്കെ ഒന്ന് എന്നിലേക്കൊന്ന് അടുപ്പിച്ച് തന്നാൽ മതി എന്നാണ് കൽബ്. അള്ളാഹ് ഭാഗ്യം തരട്ടെ. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ പാപം സംഭവിച്ചാൽ ഇബ്ലീസ് കൽബിലേക്ക് വരും. ഒരു തെറ്റ് സംഭവിച്ച് ഇബ്ലീസ് വരും, എടാ തെറ്റ് സംഭവിച്ചു, ഇനിയിപ്പോ എന്തിനാ, ഇനി ചെയ്തിട്ടൊന്നും കാര്യമില്ല, തെറ്റ് സംഭവിച്ചില്ലേ, നീ ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി. വീഴല്ലേ, ഇബ്ലീസിന്റെ ചതിയിൽ വീഴല്ലേ. തൗബ ചെയ്ത് റബ്ബിലേക്ക് കൂടുതൽ അടിക്കിൻ. ആ അള്ളാഹുവിന്റെ സ്വർഗം വാങ്ങിച്ചടിക്കിൻ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹ് കബൂലാക്കട്ടെ. അറിഞ്ഞുകൊണ്ട് സംഭവിച്ചതും അറിയാതെ സംഭവിച്ച ഒക്കെ തെറ്റുകൾ റബ്ബിന്റെ കൂടുതൽ ഏറ്റുപറയാൻ കഴിയുന്ന രാവുകളാണ് ഈ പരിശുദ്ധമായ റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മുത്തുനബി തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ മാസം. ഈ മാസത്തിൽ ഈ 5 കാര്യങ്ങൾ ചെയ്താൽ അള്ളാഹ് പുറത്തു വരുമെന്ന് ഉറപ്പാണ്. അള്ളാഹ് സ്വീകരിക്കുമാറാകട്ടെ. പുതിയൊരു അറിവുമായി കണ്ടുമുട്ടാം ഇൻഷാ അല്ലാഹ്. ഒരുപാട് ആളുകൾ നമ്മുടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹ് കബൂലാക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഇതുപോലെ നല്ല നല്ല അറിവുകൾക്കായി വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അള്ളാഹ് കബൂലാക്കട്ടെ. അള്ളാഹു സ്വീകരിക്കുന്ന മജ്ലിസൊക്കെ അള്ളാഹ് കബൂലാക്കട്ടെ. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.